എന്തായി കാട്ടിയത്? ഞാൻ ഭയന്നുപോയി. രാധ വരുന്നതും കത്ത് മറിഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ കണ്ടാ വഴിമാറി പോകാനും തുടങ്ങി. ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ? എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഗുപ്തന്. നോക്കൂ, എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ്. ഞാൻ അങ്ങനെയല്ല. അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം. ഞാൻ പോണു. രാധ നിൽക്കൂ. ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ? ഞാൻ പാടും, ആടും, കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവൻ ഞാൻ മാത്രാണ്. എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ, എനിക്കൊന്ന് കേൾക്കാലോ. തന്നെ ഇപ്പൊ ആരാ അങ്ങനെ ക്ഷണിച്ചേ? എന്താ ഇത്? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? താൻ തന്റെ പാട്ടിന് പോണ്ടോ? ശല്യം. രാധേ, രാധേ. അതെ, ഓക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ? താൻ എന്നോട് മിണ്ടരുത്. രാധയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാണ്ടാക്കിയാൽ പ്രധാനി താനാ. ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക്. സ്വരം നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞനാവണമെന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും, ഓർത്തോ കൊരങ്ങൻ. കണ്ടാല് അങ്ങനെ തോന്നുന്നുണ്ട് ട്ടാ. ദക്ഷിണേന്ത്യയിൽ അവിടത്തെ പോലെ ഒരു സംഗീതജ്ഞൻ ഇല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. അത് സർക്കാരും ജനങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അല്ലാതെ ഇക്കണ്ട പുരസ്കാരങ്ങളും പത്മശ്രീയൊന്നും അങ്ങേക്ക് ലഭിക്കില്ലല്ലോ. എന്നാൽ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ആ അനന്തൻ നമ്പൂരി പറയണേ. ഓഹോ, പറഞ്ഞുകൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാ അവിടുന്ന് വൈകാതെ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വരണം. ആ കൊരങ്ങിന്റെ അഹങ്കാരം കണ്ടിട്ട് സഹിക്കില്ല. അതുകൊണ്ടാ നേരിട്ട് തന്നെ ഞാൻ വന്നത്. എന്നാ അയാളൊന്ന് കാണണമല്ലോ. കൊച്ചിരാമ, നമുക്ക് നാളെ കൊട്ടാരം വരയ്ക്കുന്നു പോണം. പോവാം. അസലായി. പക്ഷേ സാധകത്തിന്റെ കുറവ് നല്ലോണം അറിയാനുണ്ട്. കുറെ നാളായി വായിച്ചിട്ട്. ആ, ദിവസവും സാധകം ചെയ്യണം. ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്ന കഴിവുകളൊന്നും പാഴാക്കി കളയരുത്. അച്ഛാ, ഇതാരൊക്കെയാ ഈ പറഞ്ഞത്? വരിക വരിക. ഇരിക്ക. അറിയില്ലേ, രാമനാട്ടുകര അനന്തൻ നമ്പൂതിരി ഈയിടെ പത്മശ്രീയൊക്കെ കിട്ടുകയുണ്ടായി. വേണ്ട, അല്ല, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട. അറിയാം, അനന്തൻ നമ്പൂരിപ്പാട് എന്നല്ലേ പേര്? അതെ, ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളേ? പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അല്പൻ, ശബ്ദം കൊണ്ട് കസർത്ത് കാണിക്കുന്ന അജ്ഞൻ അല്ലേ? എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാൾക്കറിയാം ഇടോ, ആത്മവിശ്വാസമാകാം, അഹങ്കാരം അരുത്. എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലാവണില്ല. മനസ്സിലാക്കി തരാം. എനിക്ക് തന്നോടൊത്തൊന്ന് പാടണം. കൊച്ചിരാമ, ഒരു മത്സരത്തിന് ഞാനില്ല. സംഗീതം സാഗരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങ് അതിൽ നീന്തി നടക്കുന്ന ഒരാളും. അങ്ങയോടൊപ്പം ഇരിക്കാൻ പോലും യോഗ്യനല്ല ഞാൻ. വാക്കുകളുടെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. ശ്രുതി. സരിത മത മഗ മഗ സ. ദേവസഭാതലമാകിലമാകുവനാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം.
ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം ഷഡ്ജം സരെ ഗമ പദ സരെ ഗമ പദ നിസ സാനെ ഗമ മപ സാനി ദപ മഗരി സ മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാഹത മന്ത്രം മയൂരനടനം ലയമായി തെളിയും ഷഡ്ജം ആധാരനാദം പമഗമഗ നേ നേ സരഗമ പദനി സരേ ഋഷഭം ഋഷഭസ്വരങ്ങളായി പൗരുഷമേകും ശിവവാഹനമേ നന്ദി ഹൃദയാനന്ദമേകും ഋഷിഗതമാം സ്വരസഞ്ജയമേ നന്ദി സരിഗ പദരി സരിഗ പദ പദരി സരിഗ പദ സദ പദരി സരിഗ പദ സരിഗ ഗ ഗ ഗാന്ധാരം സന്തോഷകാരക സ്വരം 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 അജരവ ഗാന്ധാരം 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 ആമോദകാരക സ്വരം സുന്ദര ഗാന്ധാരം 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 സരിഗമ പദനി സരേ ദിഗമ ദിഗമ മധ്യമം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം സരിഗമപദനി സഗരി സരിഗപദനി മാദന ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം മാ 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 മനിത പാപ്പ മകരി നീലി ഋഗമ പാപ്പ പഞ്ചമം pa ma pa sa pa ne ga pa 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 panchamam vasanta kokila swanam swanam kokila swanam vasanta kokila swanam ധനി സ പദനി മപദ ഗമ പദി ഗമ ധനി സനി ഗരി സനി രവ മഗ മപ ധനി സ മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂഷമന്ത്രം ദൈവതോ അശ്വരവങ്ങളാജ്ഞാ ചക്രതി ഉണർത്തും സ്വരൂപം ദൈവതം മപദനിസ ധനിസ പദനിസ മപദനിസ ഗമപദനീനി നിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീ
നീ ശാന്തമായി പൊഴിയും സ്വരജല കണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം. അനുദാത്തമുദാത്തസ്വരിത പ്രജയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം. അഗനുന്ദനും ദും ദദഗഗനും ദനും ദും ദദഗഗനും ദനം ദും ദദഗഗനം ദനം ദും ദദഗഗനം ദനം കായനം ദനം ദും ദദഗനം ദും ദനം കായനം ദും ദനം കായനം ദും ദനം ദ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. മരിതനി ഭരിക്കത ഇതനി ബമസദ്നീനി അനിബമരി വിഭവ മരിതനി ഭരിക്ക ഇതനി ബമസദ്നി അനിബമരി വിഭ മരിതനി ഭരി ഇതനി ബമസ കനിബമരി മരിതനി ഭരിതനി ബമസനി ബമസ ഇതനി ബമസനി ബമരി നിബമരി കനിബമരി നിബമരി തദരി മസനി. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. സംഗീതം സംഗീതം. ഇനിയെങ്കിലും അങ്ങയുടെ കാല് തൊട്ട് വന്നിക്കാൻ എന്നെ അനുവദിക്കണം. ഇനി ആരുടെ മുന്നിലും തലകുനിക്കരുത്. കള്ള ദൃഷ്ടിയാ. താൻ എങ്ങനെ വന്ന് പിറന്നു എന്റെ കുലത്തില്? ഒരു തെറ്റുപറ്റിയ അമ്മാമ ഇതിന് തെറ്റെന്നല്ല പറയുക, സൂത്രം കൊനഷ്ട. ഇങ്ങനെ ഏഷന് കൂട്ടിയിട്ട് തനിക്ക് എന്താ നേട്ടം? ആ അനന്തപുരത്ത് തന്നെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. ഇല്ല. ഇത്ര നല്ല ഉദ്യാനത്തില് എങ്ങനെയാ ഒരു മുള്ളുമുരിക്ക് വളർന്നു വന്നേന്ന്. ഇതിനൊക്കെ നല്ല ചുട്ടയടിയാ മരുന്ന്. ഇനി അദ്ദേഹത്തെ വഴക്ക് പറയണ്ട. വെറുതെ ഒരു നേരം പോക്കിന് ചെയ്തതാവും. എന്ത് നേരം പോക്ക്? കൊള്ളാവുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ നേരം പോക്ക്. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും കേട്ടാൽ ആ മൂർത്തി പറഞ്ഞതുപോലെ ഈ മുള്ളുമുരിക്ക് ഞാൻ കടക്കെ വെച്ച് വെട്ടും. മനസ്സിലായോ? ഉവ്വ്. എന്ത് ഉവ്വ? കഴുത. ആ തിരുമേനി, ഓ, ഇന്ന് അത്താഴം ഒരുമിച്ചാണ്. അങ്ങനെ വരണം. വരാം. ആ ആ. അതെ, അള മുട്ടിയാൽ ചേരയും കടിക്കുന്ന ഇപ്പൊ മനസ്സിലായി. ഹലോ മുള്ളുമുരുക്ക്, മുള്ളുമുരുക്ക് തന്റെ കൊരങ്ങൻ. എടോ, ഇന്ന് അത്താഴം ഒരുമിച്ചായിരിക്കും അല്ലേ? അതെ, ഇത് നല്ല അവസരമാണ്. ഇനി വൈകണ്ട. കൽ സുബഹ് ഇസ് മഹൽ മേ ഉസ് ബുഡ്ഢെ കാ ഇലാസ് देखना चाहिए मुझे. समझे? പുറമേ നിൽക്കണവർക്ക് തോന്നും ഉദയവർമ്മ എത്ര ഭാഗ്യവാൻ. നോക്കത്താത്ത സ്വത്തുവകകള്, പദവി, ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് കഴിയണ ഒരു സുഖിമാൻ. പക്ഷേ സത്യം എവിടെ കിടക്കണു? ഈ തീവണ്ടിയുടെ കഥ പറഞ്ഞ മാതിരിയാ. ആഹ്ലാദത്തിമർപ്പോടെ ഓടണു, ചൂളം വിളിക്കണു ഒക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലങ്ങനെ കത്തി നീറുക. ആ
ഇന്ന് താൻ പാടിയത് അസലായി. അസലെന്ന് പറഞ്ഞാ പോരാ, ഇനിയിപ്പോ മരിച്ചാലും വേണ്ടില്ലാന്ന് തോന്നി. അത്ര സുഖായി. അമീർ ഖാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു മലബാറില്. അയാളുടെ ഒരു സ്റ്റൈലാ തനിക്ക്. പണ്ട് വല്യമ്മാമ്മയുടെ കാലത്ത് ഇവിടെ വന്ന് ധാരാളം പാടിയിട്ടുണ്ട്. എന്റെ ഉറക്കറയില് ഒന്നിച്ചുറങ്ങിയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോ മരിച്ചു പോയിട്ടുണ്ടാവും. മരിച്ചു. ഉവ്വ. വിശക്കണുണ്ടോ തനിക്ക്? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അപ്പൊ ആഹാരോ? വന്നിട്ടാകാം. ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവുള്ള രാത്രിയിൽ തുറസായ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു രസമല്ലേ? ആ, ഞാനും രാമനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എന്നിട്ട് നേരം വെളുക്കോളം ഇങ്ങനെ നടക്കും അവിടെ ഇവിടെയൊക്കെ. എന്നാ പോയാലോ? ആ, നിക്ക. ബന്ധം, അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ബന്ധം ഹൃദയത്തിലാടൂ. സ്വന്തം ചോരാന്നൊക്കെ പറയുന്നത് ശത്രുവാണ്. എനിക്കാരെയും വിശ്വാസമില്ല. എന്നെയും തന്നെ എനിക്ക് വിശ്വാസം. താൻ നല്ലവനാ, ഹൃദയമുള്ളവനാ. തനിക്കറിയോ, എന്റെ രാധ, അവളാ എന്റെ ഏറ്റവും വലിയ ശക്തി. എന്റെ ഉണ്ണി പോയ കുറവ് തീർത്തത് അവളാ. അവൾ എന്റെ മോളാടൂ, സ്വന്തം മോള്. താൻ നടുങ്ങിയോ? അടച്ചുതലിക്കാരിയിൽ തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അല്ല, അവൾ എന്റെ മോളല്ലായിരിക്കാം, എന്റെ രക്തത്തിൽ പിറന്നതല്ലായിരിക്കാം. പക്ഷെ അവൾ എന്റെ മനസ്സിൽ പിറന്നതാ, എന്റെ മാനസപുത്രി. 1000 പുത്രന്മാരുടെ സ്നേഹം എനിക്ക് തന്നുണ്ട്. എന്റെ കഥ കഴിഞ്ഞാല് അവൾക്കൊരാശ്രയം വേണം. ഒന്നിലും മോഹമില്ലാത്തവളാണ്. പക്ഷേ അവള് തന്നെ വല്ലാണ്ട് മോഹിക്കുന്നുണ്ട്, എനിക്കറിയാം. തമ്പുരാൻ, അങ്ങ് കരുതുന്ന പോലെ ഞാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. താനിപ്പോ എനിക്ക് എന്റെ ഉണ്ണിയെ പോലെയാ. സൂക്ഷിച്ച്. എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ പ്രായ, നിന്റെ നിറവും, ഇതുപോലെ കളങ്കയില്ലാത്തൊരു മുഖവും. എന്റെ കാലം നിറഞ്ഞപ്പോ പിടിച്ചില്ലേ ഈ കയ്യ്? ഇതെന്റെ ഉണ്ണിയുടെ കയ്യാ. അങ്ങനല്ലേ? തമ്പുരാൻ വല്ലാണ്ട് കുടിച്ചിരിക്കുന്നു. ആന മണ്ടത്തിലാണ് താൻ കാണിച്ചത്. വിജനമായ സ്ഥലം, പാതിരാത്രി. ഒന്ന് തള്ളിയാ മതിയായിരുന്നു, കഥ കഴിഞ്ഞേനെ. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടുമോ? താൻ എവിടുത്തെ കില്ലറാണ്? ഒരു കില്ലറിന്റെ കഴിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഇത് കോഴിനല്ല കൊല്ലുന്നത്, മനുഷ്യനെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? അതെ, വെറുതെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, സിമ്പിൾ, ആർക്കും ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കൊല്ലണ നമ്മൾ കൊന്നു കാണിച്ചു തരാം, ഒരു കുഞ്ഞു പോലെ അറിയാതെ. തനിത് എന്ത് പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത്?
ഒരു ചേഞ്ച് വേണ്ടേ? സംഗീതത്തിന്റെ കാര്യത്തിലായാലും കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്നലെ വേണമെങ്കിൽ കൊല്ലമായിരുന്നു. പക്ഷേ പുതുമയില്ലാത്ത പഴഞ്ചൻ രീതികൾ പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? ഒരു കില്ലറുടെ ആത്മസംതൃപ്തി എന്നൊരു പ്രശ്നമില്ലേ? മണ്ണാങ്കട്ട, കില്ലറുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പണം മുടക്കുന്നത്. ഞങ്ങളുടെ കാര്യം നടക്കാനാ. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. നിങ്ങൾക്ക് സ്വത്തുവകകൾ കിട്ടിയാ പോരെ? ഞാൻ തമ്പുരാനോടൊന്ന് സംസാരിക്കാം. ഇപ്പോഴത്തെ ഇരിപ്പ് വശം വെച്ച് പോലെ അതിന് സമ്മതിക്കും. നമുക്കൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി കൂടെ? കൊള്ളാം, നല്ല ഉപായം. താൻ വല്ല പള്ളിയിൽ അച്ഛനോ ഉപദേശമോ ഒക്കെ ആവാൻ കൊള്ളാം. ഞാനൊരു സത്യം പറയട്ടെ സുഹൃത്തെ, ഇപ്പൊ ഞമ്മക്കും അത് തോന്നണു. ഞാനും ഒരു സത്യം പറയാം. തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ തമ്പുരാക്കന്മാര് മഹാപാവങ്ങളാണ്. ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് ക്ഷത്രിയ രക്താണ്. ചാവാനും കൊല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും തന്നെ ഞങ്ങൾ വിടില്ല. ശ്രമിച്ചാ തമ്പുരാൻ, തമ്പുരാൻ, ഇത് വലിയ പുലിവാലയല്ല. എന്റെ പടച്ചോനെ, ഇതിൽ വന്ന് പെട്ടും പോയല്ല. സന്ധി ചെയ്യാനാണ് താല്പര്യം അല്ലേ? ഞാൻ രവിവർമ്മ തമ്പുരാനോട് ഒരു തമാശ പറഞ്ഞല്ലേ? തമ്പുരാൻ അത് കാര്യമാക്കിയ. ഞാനൊരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന് പോലും പൊടികെട്ടാത്ത ഒരു പ്ലാൻ. എന്താണത്? പറയൂ. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയുന്ന പതിവ് എനിക്കില്ല. നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് പതിവ്. കൗശലക്കാരനാണെന്ന് പണ്ടേ തോന്നിയിരുന്നു. പക്ഷേ കൗശലം എന്റെ മുന്നിലും കാണിച്ചു തുടങ്ങി അല്ലേ? അത് നന്നല്ല. വലിയ കൗശലങ്ങൾ എനിക്കും അറിയാം. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. ആ കഥ അറിയുവോ? കേട്ടിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ട് ശിഖണ്ഡി ആകരുത്. ഇത് കലിയുഗമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പൊടികിട്ടിയില്ല. സമയമാകുമ്പോൾ തനിയെ മനസ്സിലായിക്കൊള്ളും. ബാലരാമ, ഓ, ശിഖണ്ഡി ആകരുത്. ഇത് കലിയുഗമാണ്.